DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഇ പി ജയരാജൻ. ഇതിൽ DC മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഈ വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ പൂർണ്ണമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, പറയൂ, DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ, എന്താണ് നോട്ടീസിൽ പറയുന്നത്? ഗോപികൃഷ്ണൻ, ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം CPM-നെ സമ്മർദ്ദത്തിലാക്കിയ CPM-ന് പ്രതിസന്ധി സൃഷ്ടിച്ച ആ ഇടപെടലിൽ ഇപ്പോൾ ഇ പി ജയരാജൻ ആക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DC ബുക്സിന് ഇ പി ജയരാജൻ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. താൻ അറിയാത്ത കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നതെന്നും DC ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട അവർ നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ഇ പി ജയരാജന്റെ ആവശ്യം. ഇല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകുമെന്നും ഇ പി ജയരാജൻ ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. ഇ പിയുടെ ഇക്കാര്യത്തിലെ വാദം, താൻ എഴുതാത്ത, തന്നോട് സമ്മതം ചോദിക്കാത്ത ആത്മകഥ താൻ അറിയാതെ പ്രകാശനം ചെയ്യുമെന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണെന്നാണ് ഇ പി ജയരാജൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൂടാതെ താൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ലെന്നും ഇ പി പ്രതികരിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടന്നിട്ടുള്ളത് അത് പാർട്ടിക്കുള്ളിൽ നിന്നാണോ എന്ന് കണ്ടെത്തിയാലല്ലേ പറയാൻ പറ്റൂ എന്നുള്ളതായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം. ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇ പി ജയരാജന്റെ തീരുമാനം. ഗോപികൃഷ്ണൻ. ശരി, ഇ പി ജയരാജൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് രാവിലെ പറഞ്ഞതാണ്. അതിന്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം DGPക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. 24-ലൂടെയാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ 24-നെതിരെയും ആ പരാതി കൊടുത്തിട്ടുണ്ട് DGPക്ക്. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. DC ബുക്സ് മാപ്പ് പറയണം എന്ന ആവശ്യമാണ് വെച്ചിരിക്കുന്നത്. DC പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണം എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീ എ. സജീവൻ, താങ്കൾക്ക് തുടരാം.